അടുത്തത് മാനേജ്മെൻറ്റ് ഓഫ് സെബിയാണ് കേട്ടോ പറയണത്. അപ്പം സെബിയുടെ മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഓഫീസ് എവിടെയാണ്? ബോംബെയിലാണ്. 4 റീജിയണൽ ഓഫീസസ് ഉണ്ട്. എവിടേക്കാണ്? ന്യൂഡൽഹി, ചെന്നൈ, കൽക്കട്ട, അഹമ്മദാബാദ്. അതുകൂടാതെ മാനേജ്മെൻറ്റ് ബോർഡ് ഓഫ് സെബി ഉണ്ട്. അതിൽ 9 മെമ്പേഴ്സാണ് വരുന്നത് കേട്ടോ. മാനേജ്മെൻറ്റിൽ ചെയർമാൻ ഉണ്ട്. പിന്നെ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആൻഡ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ നിന്ന് 2 മെമ്പേഴ്സ് ഉണ്ട്. ഒരു നോമിനി, റിസർവ് ബാങ്കിൻ്റെ ഒരു നോമിനി ഉണ്ട്. മറ്റുള്ള സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്നും 5 മെമ്പേഴ്സ് കൂടി വരും. അങ്ങനെ എല്ലാവരും കൂട്ടി 9 പേരാണ് അതിൽ വരുന്നത്. ചെയർമാനാണ് എന്ത് അപ്പോയിൻറ്റ് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെൻറ് ആണ് കേട്ടോ ചെയർമാനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ദ സെബി വർക്ക്സ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ കീഴിലാണ് എന്ത് ചെയ്യുന്നത്? സെബി വർക്ക് ചെയ്യുന്നത്. വൈൽ ക്വസ്റ്റ്യൻസ് ഓൺ പോളിസി മാറ്റർ അറൈസ്, സെൻട്രൽ ഗവൺമെൻറ് റിസർവ്സ് ദ റൈറ്റ് ടു സൂപ്പർസെഡ് ദ ബോർഡ്. എന്തെങ്കിലും എൻക്വയറീസ് ഒക്കെ വരികയാണെങ്കിൽ, പോളിസി മാറ്റം ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഒരു ബോർഡുണ്ട്. ആ ബോർഡിനാണ് അധികാരങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ബോർഡായിരിക്കും എന്ത് ചെയ്യുന്നത്? സെബിയുടെ കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത്. ആ ബോർഡിൽ വന്നത് ആരൊക്കെയാണ്? 9 മെമ്പേഴ്സ്. ചെയർമാൻ ഉണ്ട്. മിനിസ്ട്രി ഓഫ് ഫിനാൻസ് കോർപ്പറേറ്റ് അഫയേഴ്സിന് 2 മെമ്പേഴ്സ്. റിസർവ് ബാങ്കിൻ്റെ ഒരു നോമിനി ഉണ്ട്. വേറെ 5 മെമ്പേഴ്സ് ഇതിൽ നിന്ന് തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നുള്ള മെമ്പേഴ്സാണ് വരുന്നത്. അപ്പോൾ അവരാണ് റെഗുലേഷൻസ് ഒക്കെ തീരുമാനിക്കുന്നത്, റൂൾ ആൻഡ് റെഗുലേഷൻസ്. അണ്ടർ ആൻ ഇൻറ്റേർണൽ അഡ്മിനിസ്ട്രേഷൻ അറേഞ്ച്മെൻറ്റ്. അതുകൂടാതെ സെബിയിൽ ഉള്ളിലൊരു അഡ്മിനിസ്ട്രേഷൻ അറേഞ്ച്മെൻ്റ് ഉണ്ട്. സെബിയുടെ ആക്ടിവിറ്റീസിന് 14 ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഡൈനാമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ 14 ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത് കേട്ടോ. ഫോക്കസ്ഡ് ഇൻ്റഗ്രേഷൻ ഓഫ് വേരിയസ് ഫങ്ഷൻസ്. എല്ലാ ഫങ്ഷൻസിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, ട്രാൻസ്പെറൻസീസ് പ്രവർത്തനങ്ങൾ വളരെ എളുപ്പത്തിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടും, ഓപ്പറേഷൻസ് ഇഫക്റ്റീവായി നടത്തുന്നതിന് വേണ്ടിയിട്ടുമാണ് ഇത്തരത്തിൽ ഇങ്ങനെ 14 ഡിപ്പാർട്ട്മെൻറ്റായിട്ട് തരംതിരിച്ചിരുന്നത്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും എന്താണ്? സെബി ഓരോ ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് ഡിവിഷൻ ചീഫുകളുണ്ട്, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ഉണ്ടായിരിക്കും. അവരായിരിക്കും അത് നിർവഹിക്കണത് കേട്ടോ. ആ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ ഡിവിഷൻസിൻ്റെയും. അപ്പോൾ 14 ഡിപ്പാർട്ട്മെൻറ്റും 14 തരത്തിലുള്ള ഫങ്ഷൻസ് ഉണ്ടായിരിക്കും. ആ ഫങ്ഷൻസ് ആ ഡിപ്പാർട്ട്മെൻറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുത്ത് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് ജീവനക്കാരുണ്ടായിരിക്കും. അവരായിരിക്കും ഈ പ്രവർത്തനങ്ങൾ എല്ലാത്തിനെയും ഇൻകോർപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നത്. ഇത്രയുമാണ് എന്ത് വരുന്നത്? മാനേജ്മെൻറ്റ് ഓഫ് സെബിയിൽ വരുന്നത്. അടുത്ത ഫങ്ഷൻസ് ഓഫ് സെബിയാണ് പറയണത്. സെബിക്ക് പലതരത്തിലുള്ള ഫങ്ഷൻസ് ഉണ്ടെങ്കിലും അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് 2 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഡെവലപ്മെൻറ്റ് ആൻഡ് റെഗുലേറ്ററി. ഈ ഡെവലപ്മെൻറ്റ് ഫങ്ഷൻസിൽ വരുന്നത് 4 പോയിൻറ്റ്സ് ആണ് കേട്ടോ. പ്രൊമോട്ടിംഗ് ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ഇൻ്റർമീഡിയറീസ് ഓഫ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്, പ്രൊമോഷൻ ഓഫ് ഫെയർ പ്രാക്ടീസസ് ആൻഡ് കോഡ് ഓഫ് കണ്ടക്ട് ഫോർ ഓൾ സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻസ്. പിന്നെ 4ാമത്തെ കണ്ടക്ടിങ് റിസർച്ച് ആൻഡ് പബ്ലിഷിംഗ് ഇൻഫർമേഷൻ യൂസ്ഫുൾ ടു ഓൾ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്. ഇങ്ങനെ 4 ഫങ്ഷൻസ് ആണ് എന്തിനാണ്? ഡെവലപ്മെൻറ്റൽ ഫങ്ഷൻസ് ആയിട്ട് പറയണത്. ഇൻവെസ്റ്റേഴ്സിന് ആവശ്യമായുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക, ഏത് രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനെ കുറിച്ച്. 2ാമത്തെ എന്താണ്? ഇൻ്റർമീഡിയറീസിന് ആവശ്യമായ ട്രെയിനിങ് കൊടുക്കുക. 3ാമത്തെ എന്താണ്? നല്ല രീതിയിൽ സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അവർക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കുന്ന കോഡ് ഓഫ് കണ്ടക്ട് എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ഏജൻസിയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ പ്രവർത്തനം എങ്ങനെ വേണമെന്ന് ഫ്രെയിം ചെയ്യുന്നതും അതിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നതും കേട്ടോ. അവർക്ക് ആവശ്യമായ കോഡ് ഓഫ് കണ്ടക്റ്റുകൾ എങ്ങനെയാണ് ഫെയർ പ്രാക്ടീസ് പ്രൊമോട്ട് ചെയ്യേണ്ടതെന്നും പറഞ്ഞു കൊടുക്കണം. അതാണ് സെബിയുടെ ഡെവലപ്മെൻറ്റ് ഫംഗ്ഷനിൽ വന്നത്. 4ാമത്തെ പറഞ്ഞ എന്താണ്? ഈ മേഖല മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഉണ്ട്. അവർക്ക് ആവശ്യമായ റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നതിനും ഇൻഫർമേഷൻ പബ്ലിഷ് ചെയ്യുന്നതിനും ആവശ്യമായുള്ള സഹായങ്ങൾ നൽകുക. ഇങ്ങനെ 4 ഫങ്ഷൻസാണ് ഡെവലപ്മെൻറ്റൽ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. ഇനി 2ാമത്തത് റെഗുലേറ്ററി ഫങ്ഷൻസ് ഓഫ് സെബിയാണ് കേട്ടോ. 11 പോയിൻറ്റ്സ് ആണ് പറയണത്. 1ാമത്തെ പറയണത് റെഗുലേറ്റിംഗ് ദ ബിസിനസ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആൻഡ് എനി അതർ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൻ്റെയും അതുപോലെ സെക്യൂരിറ്റീസ് മാർക്കറ്റ് ഉണ്ടെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ റെഗുലേറ്റ് ചെയ്യാം. 2ാമത്തത് രജിസ്റ്ററിങ് ആൻഡ് റെഗുലേറ്റിംഗ് ദ വർക്കിംഗ് ഓഫ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, സബ് ബ്രോക്കേഴ്സ്, ഷെയർ ട്രാൻസ്ഫർ ഏജൻറ്റ്സ്, ബാങ്കേഴ്സ് ടു ആൻ ഇഷ്യൂ, ട്രസ്റ്റീസ് ഓർ ട്രസ്റ്റ് ഡീഡ്സ്, രജിസ്ട്രാർസ് ടു ആൻ ഇഷ്യൂ, മെർച്ചൻറ്റ് ബാങ്കേഴ്സ്, underwriters, portfolio managers, investment advisors and such other intermediaries who may be associated with the securities market in any manner. അതായത് സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ വന്ന ഇൻ്റർമീഡിയറീസ് ഉണ്ടായിരിക്കും.
അപ്പോൾ അവരെ രജിസ്റ്റർ ചെയ്യാനുള്ള പ്രവർത്തനം റെഗുലേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്താമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇൻ്റർമീഡിയറീസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ബ്രോക്കേഴ്സ്, സബ് ബ്രോക്കേഴ്സ്, ഷെയർ ട്രാൻസ്ഫർ ഏജൻറ്റ്സ്, ബാങ്കേഴ്സ് ടു ആൻ ഇഷ്യൂ, ട്രസ്റ്റീഡ്സ്, രജിസ്ട്രാർ ടു ആൻ ഇഷ്യൂ, മെർച്ചൻറ്റ് ബാങ്കേഴ്സ്, ഇവരൊക്കെ എന്തിൽ വന്നതാണ്? ഇവരുടെ ഇൻ്റർമീഡിയറീസ് ആണ് സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ. അപ്പോൾ അവരെ രജിസ്റ്റർ ചെയ്യാനും അവർ പ്രവർത്തനം റെഗുലേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ. മൂന്നാമത്തെ പറഞ്ഞത് സസ്പെൻഡിങ് ഓർ ക്യാൻസലിങ് ദ രജിസ്ട്രേഷൻ ഓഫ് മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ്. എന്താണ്? ഇൻ്റർമീഡിയറീസിന് എന്തെങ്കിലും വയലേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യുകയോ ക്യാൻസൽ ചെയ്യുകയുള്ളൂ, അങ്ങനെയുള്ള കാര്യങ്ങൾ. നാലാമത്തത് രജിസ്റ്ററിങ് ആൻഡ് റെഗുലേറ്റിംഗ് ദ വർക്കിംഗ് ഓഫ് ദ ഡെപ്പോസിറ്ററീസ്, foreign institution investors, credit rating agencies and such other intermediaries are as board may by notification specify in this behalf. എന്താണ്? ഡെപ്പോസിറ്ററീസ് ഒക്കെ ഉണ്ടല്ലേ. ഡെപ്പോസിറ്റ് ചെയ്യുന്ന പാർട്ടിസിപ്പൻസ് ആയിരിക്കും കസ്റ്റോഡിയനോ സെക്യൂരിറ്റീസ് ആയിട്ട് പ്രവർത്തിക്കുന്നവർ. അതിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഇൻ്റർമീഡിയറീസ് ഉണ്ടെങ്കിൽ അവരുടെ നോട്ടിഫിക്കേഷനിലൂടെ അല്ലെങ്കിൽ അവർക്ക് സ്പെസിഫൈ ഇൻ ദിസ് ബിഹാഫ്, അവർക്ക് നോട്ടിഫിക്കേഷൻ അല്ലാതെ തന്നെ അവർക്ക് എന്ത് ചെയ്യാം? രജിസ്റ്റർ ചെയ്യുന്നതിനെ പ്രവർത്തനം റെഗുലേറ്റ് ചെയ്യുകയോ ചെയ്യാം. അതും എന്തിൽ വന്ന റെഗുലേറ്ററി ഫങ്ഷൻസിൽ, ആരുടെ സെബിയുടെ റിയലി ഫങ്ഷൻസിൽ വന്നപ്പോൾ ആദ്യത്തെ 4 എണ്ണമാണ് ഈ പറഞ്ഞത്. അഞ്ചാമത്തെ പറയണത് രജിസ്റ്ററിങ് ആൻഡ് റെഗുലേറ്റിംഗ് ദ വർക്കിംഗ് ഓഫ് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സ് ആൻഡ് കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസ് ഇൻക്ലൂഡിംഗ് മ്യൂച്വൽ ഫണ്ട്സ്. അതായത് കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകൾ, വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സുകളൊക്കെ ഉണ്ട്. വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് എന്ന് എന്താണ്? ആദ്യമായി തുടങ്ങുന്ന ഒരു സ്ഥാപനം പുതിയതായിട്ട് തുടങ്ങുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് നൽകുന്നത്. അപ്പം അങ്ങനെ പ്രവർത്തനങ്ങൾ, മ്യൂച്വൽ ഫണ്ട്സ് അതിൽ വരുന്നുണ്ട് കേട്ടോ. അവരുടെ രജിസ്റ്റർ ചെയ്യുന്നതിനും അവർ പ്രവർത്തനങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്നതിനും. അടുത്തത് പ്രൊമോട്ടിംഗ് ആൻഡ് റെഗുലേറ്റിംഗ് സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻസ്. നേരത്തെ പറഞ്ഞില്ല സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ അവരെ പ്രൊമോട്ട് ചെയ്യുക, അവരുടെ പ്രവർത്തനങ്ങൾ റെഗുലേറ്റ് ചെയ്യുക. ഏഴാമത്തത് പ്രൊഹിബിറ്റിംഗ് ഫ്രോഡുലന്റ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് റിലേറ്റിംഗ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്. സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ എന്തെങ്കിലും ഫ്രോഡുലൻ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് നടക്കുന്നുണ്ടെങ്കിൽ അതിനെ തടയുക. അടുത്തത് എട്ടാമത്തത് പ്രൊഹിബിറ്റിംഗ് ഇൻസൈഡർ ട്രേഡിംഗ് ഇൻ സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റി ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഉള്ളിലുള്ള ആൾക്കാർ തമ്മിൽ തന്നെ എന്ത് ചെയ്യുന്നു? ട്രേഡിംഗ് നടത്തുകയാണെങ്കിൽ, അതായത് അയാൾ സെക്യൂരിറ്റി തമ്മിലുള്ള ഇൻഫർമേഷൻസ്, വൈറ്റൽ ഇൻഫർമേഷൻ പുറമെയുള്ള ആൾക്കാർക്ക് കൊടുത്തിട്ട് അതിലൂടെ ട്രേഡിംഗ് നടത്തുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ തടയുക, പ്രൊഹിബിറ്റ് ചെയ്യുക. ഒൻപതാമത്തത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ ബിസിനസ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ്, ദ ട്രസ്റ്റീസ് ആൻഡ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ്. എന്താണ്? മ്യൂച്വൽ ഫണ്ട്, അതുപോലെ ട്രസ്റ്റീസ്, അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയൊക്കെ ഉണ്ടെങ്കിൽ അവർ ഏത് തരം ബിസിനസ്സാണ് നടത്തുക എന്ന് അതിനെക്കുറിച്ച് അന്വേഷണം നടത്താം. അടുത്തത് പത്താമത്തത് റെഗുലേറ്റിംഗ് സബ്സ്റ്റാൻഷ്യൽ അക്വിസിഷൻ ഓഫ് ഷെയർസ് ആൻഡ് ടേക്ക് ഓവർ ഓഫ് കമ്പനീസ്. എന്താണ്? ഷെയറുകൾ എന്തെങ്കിലും അക്വിസിഷൻ നടക്കുന്നുണ്ട്, അക്വിസിഷൻ മറ്റൊരു കമ്പനി ഏറ്റെടുക്കുകയാണെങ്കിൽ മറ്റേ കമ്പനിയുടെ ഷെയറുകൾ ഏത് രീതിയിൽ നടത്തണം. ടേക്ക് ഓവറൊക്കെ ഉണ്ടെങ്കിൽ അത് ടേക്ക് ഓവർ ഒരു കമ്പനി മറ്റൊരു കമ്പനി ഏറ്റെടുക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനി ആയിരിക്കില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം. ലാസ്റ്റത്തെ എന്താണ് പറയണത്? കസ്റ്റമേഴ്സിൻ്റെ ഇൻട്രസ്റ്റിന് താല്പര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. സെക്യൂരിറ്റീസ് മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുകയും വേണം. അപ്പോൾ അത്തരത്തിലുള്ള ഫങ്ഷൻസ് എന്താണോ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാം. ഇത്രയുമാണ് എന്തായിട്ട് പറയണത്? ഫങ്ഷൻസ്. ഏതിലാണ്? രണ്ടാം റെഗുലേറ്ററി ഫങ്ഷൻസ് സെബിയിൽ പറയണത് കേട്ടോ. അപ്പോൾ ഫങ്ഷൻസ് ചോദിച്ചാൽ 2 ഫങ്ഷൻസ് ആണുള്ളത്. എന്തൊക്കെയാണ്? ഡെവലപ്മെൻറ്റൽ ഫങ്ഷൻസിൽ 4 പോയിൻറ്റ്സ്, റെഗുലേറ്ററി ഫങ്ഷൻസിൽ 11 പോയിൻറ്റ്സ്. ഇത്രയുമാണ് സെബിയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്.